ഓം ശാന്തി. ഞാൻ എൻ്റെ സങ്കല്പശക്തിയെ സ്വയം തന്നിലേക്ക് ഏകാഗ്രമാക്കുന്നു. മസ്തകമധ്യത്തിൽ പ്രകാശിക്കുന്ന ഒരു ചൈതന്യ നക്ഷത്രമായി ഞാൻ ദിവ്യദൃഷ്ടിയിലൂടെ കാണുന്നു. ഞാൻ ജീവചേതനയായ ഒരു എനർജി പുഞ്ചമാണ്, അലൗകിക പ്രകാശമാണ്. അജർ അമർ അവിനാശി ആത്മാവാണ്. മനസ്സും ബുദ്ധിയും സംസ്കാരങ്ങളും എൻ്റെ സൂക്ഷ്മശക്തികളാണ്. ഞാൻ ആത്മാരാജാവാണ്. ആത്മീക സ്ഥിതിയിൽ വ്യക്തഭാവവും ദേഹഭാവവും പൂർണ്ണമായും സമാപ്തമായി ഇപ്പോൾ കേവലം ആത്മീക ഭാവം മാത്രം. ആത്മാഭിമാനി സ്ഥിതിയിൽ സ്ഥിതി ചെയ്ത് ബുദ്ധിയാകുന്ന നേത്രം എൻ്റെ യഥാർത്ഥ സ്വരൂപത്തിൽ ഏകാഗ്രമാക്കുന്നു. കുറച്ച് സമയം ഞാൻ എൻ്റെ ദിവ്യ ജ്യോതിസ്വരൂപത്തെ അനുഭൂതി ചെയ്യുന്നു. ഈ സൃഷ്ടി ഒരു വിശാല രംഗമഞ്ചമാണ്. ഞാൻ ബുദ്ധിരൂപി നേത്രത്തിലൂടെ പരമാത്മാ ശിവബാബയെ കാണുന്നു. തേജോമയ ദിവ്യ ജ്യോതിബിന്ദു പരമാത്മാവിൻ്റെ ജ്യോതിർമയ സ്വരൂപം എന്നെ പരമധാമത്തിലേക്ക് ആകർഷിക്കുന്നു. സ്വയം ദാത വിധാത സർവസ്നേഹി ശിവബാബയുടെ സ്നേഹവും ശക്തിയും ഞാൻ ആത്മാവിനെ സ്പർശിച്ചുകൊണ്ടിരിക്കുന്നു. സംഗമയുഗത്തിൽ ഈ ഒരു പ്രാവശ്യം ഞാൻ ബാബയിൽ സമർപ്പിതമാകുന്നു. സ്വയം സർവശക്തിവാനായ ശിവബാബയുടെ വാഗ്ദാനമാണ്. ബാബ 21 ജന്മത്തേക്ക് എന്നെ അവകാശിയാക്കുന്നു. എൻ്റെ പ്രിയ ശിവബാബ എൻ്റെ കണ്ണുകളിലെ കൃഷ്ണമണിയാണ്, എൻ്റെ ജീവനാണ്. പരമധാമ നിവാസി ബാബ ഒരു അതിഥിയായി ഈ പഴയ ലോകത്ത് അവതരിച്ചിരിക്കുകയാണ്. എന്നെ അവകാശിയാക്കി മാറ്റുന്നു. സ്വയം ശിവഭഗവാനെ ഞാൻ എൻ്റെ കുട്ടിയാക്കുന്നു. ഞാൻ നിശ്ചിന്തമാണ്, ചിന്തയില്ലാത്ത ചക്രവർത്തിയാണ്. എൻ്റെ അവകാശിയായ ബാബ എൻ്റെ ഉത്തരവാദിത്വം മുഴുവനും ഏറ്റെടുത്ത് അതിഥിയായി ഈ സൃഷ്ടിയിൽ അവതരിച്ചിരിക്കുന്നു. ബാബ ഈ സൃഷ്ടിയിൽ വന്ന് ശ്രേഷ്ഠ കർമ്മം ചെയ്യുന്നു. ഈ പഴയ ലോകത്തിൻ്റെ അതിഥിയായിരിക്കുന്നു. എന്നിൽ
പരമാത്മാവിൽ നിന്നും വരദാനങ്ങളുടെ അമൃതവർഷമുണ്ടാകുന്നു. ശിവബാബ ബ്രഹ്മബാബയുടെ സാകാര ശരീരത്തിൽ ഒരു അതിഥിയായി പ്രവേശിക്കുന്നു. ദേഹത്തിൽ നിന്നും പൂർണ്ണമായും വ്യത്യസ്തമായി നിരാകാരി സ്വരൂപത്തിലിരിക്കുന്നു. ദേഹത്തിൻ്റെയും ദേഹത്തിൻ്റെ സംബന്ധത്തിൽ നിന്നും ഉപരാമമായി നിർമോഹിയായിരിക്കുന്നു. സർവവൈഭവങ്ങളിൽ നിന്നും ഉപരാമമായിരിക്കുന്നു. എൻ്റേതെന്ന ഭാവമില്ല. പ്രിയ ബാബ, ഞാൻ അങ്ങയോട് വാഗ്ദാനം ചെയ്തിരുന്നു. എൻ്റെ മനസ്സും ധനവും ബുദ്ധിയും സർവ്വതും അങ്ങയുടേതായിരിക്കുന്നു. ഞാൻ ഉയർന്ന സ്റ്റേജിലിരിക്കുന്നു. ബാബയ്ക്ക് തൻ്റെ ശരീരമില്ല. നിരാകാരി ശിവബാബ ബ്രഹ്മബാബയുടെ ശരീരം ദത്തെടുക്കുന്നു. പുതിയ ലോകത്തിൻ്റെ സ്ഥാപന ചെയ്യുന്നു. സേവാർത്ഥം ഈ ശരീരത്തിൽ അതിഥിയാകുന്നു. കാര്യം കഴിഞ്ഞാൽ പരമധാമത്തിൽ യഥാർത്ഥമായ വീട്ടിൽ തിരിച്ചെത്തുന്നു. ബാബ നിർമോഹിയാണ്, നിരാകാരിയാണ്. പഴയ ലോകത്തെ പാവനമാക്കാൻ അതിഥിയായി ഈ സൃഷ്ടിയിൽ വന്നിരിക്കുന്നു. ഞാൻ അതിഥിയായ ബാബയ്ക്ക് ആദരവ് നൽകുന്ന ലഹരിയിലാണ്. ബാബ ഉയർന്ന അതോറിറ്റിയാണ്. ഞാൻ ആത്മാബിന്ദുവാണ്. ബാബയും ബിന്ദുവാണ്. ബാബ എൻ്റെ പിതാവാണ്. ബാബ ബ്രഹ്മാവിൻ്റെ ശരീരത്തെ ആധാരമെടുക്കുന്നു. തൻ്റെതായ ശരീരമില്ല. ശിവൻ എന്ന പേരിന് മാറ്റമില്ല. അധർമ്മവും ഗ്ലാനിയും എപ്പോഴാണോ ഉണ്ടാകുന്നത് അപ്പോഴെല്ലാം സൃഷ്ടിയിൽ ബാബ വരുന്നു. കൽപ്പകൽപ്പം ബാബയുടെ ഈ പാർട്ടിൽ ഭേദഗതി വരുത്താൻ സാധിക്കില്ല. ഡ്രാമയിൽ അടങ്ങിയിട്ടുണ്ടല്ലോ. ബാബയെ പതിത ലോകത്തിലാണ് വിളിക്കുന്നത്. ബാബ വലിയ അതിഥിയാണ്. ബാബ വരുന്ന പാർട്ട് ഡ്രാമയിൽ ഫിക്സ് ചെയ്യപ്പെട്ടതാണ്. ബാബയുടെ മഹിമയിൽ കളങ്കം ചാർത്തുന്നു. ബാബ തന്നെ വന്ന് ബാബയുടെ പരിചയം നൽകുന്നു. സൃഷ്ടിചക്രത്തിൻ്റെ രഹസ്യവും മനസ്സിലാക്കി തരുന്നു. ബാബയാണ് വലുതിലും വലിയ അതിഥി. ഞാൻ ബാബയ്ക്ക് ആദരവ് നൽകുന്നു. ബാബയെ ഓർമ്മിക്കുന്നു. ഞാൻ ദേഹി അഭിമാനിയാകുന്നു. വിനാശി ശരീരത്തെ നോക്കുന്നില്ല. എത്രത്തോളം ഓർമ്മയിലിരിക്കുന്നുവോ അത്രയും കർമാതീത അവസ്ഥ പ്രാപിച്ച് ഉയർന്ന പദവി നേടുന്നു. ഈ ജ്ഞാനം ബാബ തന്നെയാണ് പറഞ്ഞു തന്നത്. പിന്നീട് ഡ്രാമ അനുസരിച്ച്
ഈ ജ്ഞാനമില്ലാതാകുന്നു. ആത്മാവ് അകാലമൂർത്തിയാണ്. ആത്മാവിൻ്റെ സിംഹാസനമാണ് ഭൃഗുടി മധ്യം. ബാബയും അകാലമൂർത്തിയാണ്. ബാബ പറയുന്നു, കുട്ടികളെ എൻ്റെ നിർദ്ദേശത്തിലൂടെ നടക്കൂ. ഞാൻ ആത്മാഭിമാനിയായി കഴിയുന്ന പരിശ്രമം ചെയ്യുന്നു. അശരീരിയായിട്ടാണ് വന്നത്, അശരീരിയായി തന്നെ ഞാൻ തിരിച്ചു പോകുന്നു. ബാബ പാവങ്ങളുടെ നാഥനാണ്. ഞാൻ ആദ്യം ബാബയെ അറിയുന്നു, പിന്നീടെല്ലാം അറിയുന്നു. ഞാൻ സദാ ഉയർന്ന അധികാരിയാണ്. ബാബയുടെ ഓർമ്മയിൽ കഴിയുന്നു. 3 ലോകങ്ങളുടെയും രഹസ്യത്തെ എല്ലാവർക്കും സന്തോഷത്തോടെ മനസ്സിലാക്കി കൊടുക്കുന്നു. ബാബയുടെ ശ്രീമതത്തിൽ ഉറച്ച നിശ്ചയം വെച്ച് മുന്നോട്ടു പോകുന്നു. വിഘ്നങ്ങൾ വരികയാണെങ്കിൽ ഉത്തരവാദിത്വം ബാബക്കാണ്. അതുകൊണ്ട് സംശയമുണ്ടാകുന്നില്ല. ബാബ നൽകിയ വരദാനമാണ്. കോടി മടങ്ങ് ഭാഗ്യശാലിയായി ഭവിക്കട്ടെ. ഞാൻ ശ്രേഷ്ഠമായ വേളയുടെ ആധാരത്തിൽ സർവപ്രാപ്തികളുടെയും അധികാരത്തെ അനുഭവം ചെയ്യുന്നു. വിത്തിൽ മുഴുവൻ വൃക്ഷത്തിൻ്റെയും സാരമടങ്ങിയിട്ടുള്ളതുപോലെ ഉയർന്ന മുഹൂർത്തത്തിൽ ജനിച്ച ആത്മാക്കൾ സർവസ്വരൂപങ്ങളുടെയും സർവപ്രാപ്തികളുടെയും വരദാനത്തെ ജന്മമെടുക്കുമ്പോൾ തന്നെ അനുഭവം ചെയ്യുന്നവരായി മാറുന്നു. അവർ എല്ലാ അനുഭവങ്ങളാലും സമ്പന്നമായിരിക്കും. എൻ്റെ പ്രസന്നതയുടെ തണലിലൂടെ ശീതളതയുടെ അനുഭവം ചെയ്യിക്കുന്നതിനായി നിർമ്മലരും വിനയമുള്ളവരുമായി മാറൂ. ഓം ശാന്തി.